അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അല ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യരെ കുറിച്ചു മാത്രമായി പറഞ്ഞൊരു വാക്കാണ് വലഖദ് കറംനാ ബനി ആദം. ഈ ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യരെ, ആദമിന്റെ മക്കളെ ഞാൻ പ്രത്യേകമായി ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്, ചില പ്രത്യേകമായ സവിശേഷതകൾ നൽകിയിട്ടുണ്ട്. മറ്റു ജീവജാലങ്ങൾക്കൊന്നും അള്ളാഹു നൽകാത്ത ചില സവിശേഷതകൾ മനുഷ്യർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഒരുപാടുണ്ട്. ഇപ്പൊ അതുപോലെ നമ്മുടെ സംസാരം, ഇങ്ങനെ സംസാരിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ജീവജാലങ്ങൾക്ക് ശബ്ദങ്ങളിലൂടെ അവരുടെ ആശയവിനിമയം നടത്താനുള്ള കഴിവേ അള്ളാഹു കൊടുത്തിട്ടുള്ളൂ. സംസാരിക്കാനുള്ള കഴിവ് മനുഷ്യന് സംസാരത്തിലൂടെ ഒരാളെ ചിരിപ്പിക്കാം, ചിന്തിപ്പിക്കാം, സന്തോഷിപ്പിക്കാം, കരയിപ്പിക്കാം, ആവേശത്തിൽ ഒരാളെ കൊണ്ടു നിർത്താം. ഇതെല്ലാം സംസാരം കൊണ്ട് കഴിയുന്നതാണ്. പരിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചു, വഅല്ലമഹുൽ ബയാൻ, കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള കഴിവ് ഞാൻ മനുഷ്യന് കൊടുത്തു. ഇങ്ങനെ ഒരു ജീവജാലത്തിനുമില്ല, മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെയുള്ള ബുദ്ധിശക്തിയും. മറ്റുള്ള ജീവജാലങ്ങൾ, മനുഷ്യൻ ഈ ലോകത്ത് ഏകദേശം 820 കോടി മനുഷ്യരാണ് ഇപ്പോഴുള്ളത്. ജീവിതത്തിൽ ഭൂമിയുടെ മുകളിൽ നിലനിൽക്കുന്നത് 820 കോടി മനുഷ്യർ. ആ 820 കോടി മനുഷ്യരുടെ 122 കോടി ഇരട്ടിയാണ് ബാക്കിയുള്ള മുഴുവൻ ജീവജാലങ്ങളുടെയും എണ്ണം. 122 കോടിയല്ല, 122 കോടി ഇരട്ടി. ഏകകോശ ജീവി മുതൽ ബഹുകോശ ജീവിയും സസ്തനികളും ജന്തുജാലങ്ങളും പക്ഷികളും പറവകളുമൊക്കെ. പക്ഷെ ലോകത്ത് ഇന്നും കണ്ടെത്തിയ 10,000-കണക്കിന് കണ്ടുപിടുത്തങ്ങളിൽ ഒന്നുപോലും മനുഷ്യനല്ലാത്തത് കണ്ടുപിടിച്ചിട്ടില്ല. അത് അള്ളാഹു നൽകിയ സവിശേഷതയാണ്. ഏതെങ്കിലും ഒരു ജീവജാലത്തിന് ഒരു ഇരുമ്പിന്റെ കഷ്ണം കിട്ടിയാൽ ആ ഇരുമ്പിന്റെ കഷ്ണം കൊണ്ട് അതിന് ചെയ്യാൻ പറ്റുന്നതേ ചെയ്യാൻ കഴിയൂ. മനുഷ്യൻ ആ ഇരുമ്പിന്റെ കഷ്ണം കൊണ്ട് കത്തിയുണ്ടാക്കും, അതുകൊണ്ട് ജയിലുണ്ടാക്കും, അതുകൊണ്ട് വീടുണ്ടാക്കും, അതുകൊണ്ട് ആക്രമിക്കാനുള്ള വെപ്പൺ ഉണ്ടാക്കും. അതാണ് അള്ളാഹു നൽകിയ സവിശേഷത എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് മനുഷ്യരുടെ ലോകത്ത് മാത്രമേ കലാലയങ്ങളുള്ളൂ, ആശുപത്രികളുള്ളൂ, കോടതികളുള്ളൂ, യൂണിവേഴ്സിറ്റികളുള്ളൂ. ജന്തുജീവജാലങ്ങളിൽ മറ്റുള്ളവയിൽ ഒന്നും ഇതില്ല. അത് അള്ളാഹു മനുഷ്യന് നൽകിയ അഖിൽ, ബുദ്ധിയുടെ ഭാഗമായിട്ടാണ്. അതുപോലെ മനുഷ്യന് മാത്രം അള്ളാഹു നൽകിയ സവിശേഷതയാണ്
ആസ്വാദനം എന്നത്. ആസ്വാദിക്കുക. എന്താണ് സുഹൃത്തുക്കളെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇവിടെ നിന്ന് മഞ്ചേരി വരെ റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഓരോ കവലകളിലും പുതിയ പുതിയ ഹോട്ടലുകൾ, പുതിയ പുതിയ ടെക്സ്റ്റൈൽസുകൾ, പുതിയ പുതിയ കടകൾ കാണാം. അതെല്ലാം നമ്മുടെ ജീവിതം ആനന്ദിക്കുവാനും ആനന്ദിപ്പിക്കുവാനും വേണ്ടി നമ്മൾ കയറുന്ന കടകളാണ്. എന്നാൽ ജന്തുജാലങ്ങൾ അവരുടെ ജീവിതത്തിൽ ആദ്യം കഴിച്ച ഭക്ഷണം എന്താണോ അതുതന്നെയാണ് ഇപ്പോഴും കഴിക്കുന്നത്. നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ താമസം മാറി. ഓല വീട്ടിൽ നിന്ന് ഓടിട്ട വീട്ടിലേക്ക്, പിന്നീട് അത് ടാറിട്ട അവനവന്റെ ജീവിതത്തിൽ കോൺക്രീറ്റ് ഇട്ട വീട്ടിലേക്ക്, ഗ്ലാസ് ഇട്ട വീട്ടിലേക്ക് വരെ മനുഷ്യൻ മാറി. പക്ഷെ ഇന്നും കാക്ക അവന്റെ ശരീരത്തിൽ നിന്ന് കൊത്തിയെടുക്കാൻ പറ്റുന്ന ചുള്ളിക്കമ്പുകൾ കൊണ്ടുണ്ടാക്കിയ അതേ വീട്ടിലാണ് കാക്കയുടെ ഒന്നാമത്തെ കാക്ക മുതൽ ഇന്ന് വരെയുള്ള കാക്ക ജീവിക്കുന്നത്. ഒരു വ്യത്യാസവും ലോകത്തില്ല. കഴിക്കുന്ന ഭക്ഷണത്തിലില്ല, കുടിക്കുന്ന വെള്ളത്തിലില്ല, ധരിക്കുന്ന വസ്ത്രങ്ങൾ അവർക്കൊന്നുമില്ല. സഹോദരങ്ങളെ, മനുഷ്യന് ആസ്വാദനം മനുഷ്യന് മാത്രമാണ് അള്ളാഹു അനുഗ്രഹമായി നൽകിയത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഭക്ഷണം, രുചിവൈഭവങ്ങൾ വേണ്ടി വരുന്നത്. നമ്മുടെ വസ്ത്രങ്ങൾ ഇടക്കിടക്ക് അതിന്റെ മോഡലുകൾ മാറേണ്ടി വരുന്നത്. അവനവന്റെ ജീവിതത്തിൽ യാത്രകൾ വേണ്ടി വരുന്നത്, അവനവന്റെ ജീവിതത്തിൽ കവിതകൾ വേണ്ടി വരുന്നത്, അവനവന്റെ ജീവിതത്തിൽ കൂട്ടുകുടുംബത്തോടൊപ്പം സന്തോഷത്തോടുകൂടി ജീവിക്കേണ്ടി വരുന്നത്. ഇതെല്ലാം അള്ളാഹു മനുഷ്യന് വേണ്ടി മാത്രം നൽകിയ ആസ്വാദനം എന്ന പ്രത്യേകമായ സവിശേഷതയാണ്. ഈ ആസ്വാദനത്തിന് അള്ളാഹു ദുനിയാവിൽ വെച്ച സംവിധാനത്തിന്റെ പേരാണ് കുടുംബവും അവന്റെ വീടും. അള്ളാഹു മനുഷ്യന് മാത്രം സംവിധാനിച്ച അനുഗ്രഹമായ ആസ്വാദനത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച അനുഗ്രഹത്തിന്റെ പേരാണ് നമ്മുടെ വീടും നമ്മുടെ കുടുംബവും. എന്തിനാണ് ഇതുവരെ ഇങ്ങനെ ഒരു ആമുഖം പറഞ്ഞത് എന്ന ചോദ്യത്തിന്, നമ്മളെല്ലാവരും കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മളെല്ലാവരും പള്ളിയിലേക്ക് വന്നത് വീട്ടിൽ നിന്നാണ്. എന്തിനാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്? എന്തിനാണ് നമ്മൾ ബാപ്പയും ഉമ്മയും മക്കളും പേരക്കുട്ടികളും ജ്യേഷ്ഠനും അനിയനുമായി ജീവിക്കുന്നത്? നമ്മൾ എന്തിനാണ് ഒരു വീടുണ്ടാക്കി അതിൽ സുരക്ഷിതമായി ജീവിക്കുന്നത്? ഒറ്റ ഉത്തരമേ അതിനുണ്ടാകാൻ പാടുള്ളൂ. എന്താണ് ആ ഉത്തരമെന്നറിയോ? അള്ളാഹു മനുഷ്യന് മാത്രം നൽകിയ അനുഗ്രഹമായ ആസ്വാദനത്തിന് വേണ്ടി അള്ളാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ പേരാണ് കുടുംബവും നമ്മുടെ വീടും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അറിയേണ്ട ഭാഗമാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇത് ബോധ്യപ്പെടുത്തലാണ്. അള്ളാഹുവിന്റെ ദീനിൽ നമ്മുടെ വീടിനെ കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും ഇത് ആസ്വദിക്കുവാനും ആനന്ദിക്കുവാനും സന്തോഷിക്കുവാനും വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള ഗേഹമാണ്, നിഅമത്താണ് എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുമ്പോഴേ അത് നമ്മുടെ വീട് അതുപോലെയാക്കാൻ നമ്മൾ എന്തു ചെയ്യേണ്ടി വരും എന്ന് ആലോചിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ ഉറപ്പാണ്, ഒരു കുടുംബം ഉണ്ടാകുന്നത് വിവാഹത്തിലൂടെയാണ്. വിവാഹത്തിന് അറബിയിൽ പറയുന്ന പേര് നിക്കാഹി എന്നാണ്. എന്താണ് നിക്കാഹി എന്ന പദത്തിന്റെ അർത്ഥം? അറിയണം. വിവാഹം കഴിക്കാൻ പോകുന്നവരും കഴിച്ചവരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരും അറിയണം എന്താണ് നിക്കാഹി എന്ന പദത്തിന്റെ അർത്ഥം. നിക്കാഹ് അറബിയിൽ ഒരു പ്രയോഗമുണ്ട്, തനക്കഹത്തിൽ അസ്ജാർ. തനക്കഹത്തിൽ അസ്ജാർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? രണ്ട് ചെടികൾ, ആ രണ്ട് ചെടികളും രണ്ട് മുരടുകളിൽ നിന്നാണ് അവ വളർന്നു വരുന്നത്. അങ്ങനെ അല്പം വളർന്നു വന്നതിന് ശേഷം രണ്ട് മരങ്ങളും പരസ്പരം ഇഴചേർന്ന് പരസ്പരം ഒന്നുപോലെയാകുന്നു. അതിന്റെ ചില്ലകൾ, അതിന്റെ കമ്പുകൾ, അതിന്റെ ഇതളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേരുന്നു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം പുറമെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതിലെ ചില്ലകൾ പരസ്പരം ഏതാണ് എന്ന് വേർതിരിച്ച് കാണാൻ കഴിയാത്ത വിധം അവകൾ ഇഴചേർന്ന് പുറമെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരു ആർച്ച് പോലെ, റാ പോലെ ആകുന്നതിനാണ് അറബിയിൽ തനക്കഹത്തിൽ അസ്ജാർ എന്ന് പറയുക. ആ പദമാണ് അള്ളാഹു പ്രവാചകനും വിവാഹത്തിന് വേണ്ടി ഇസ്ലാമിൽ നിശ്ചയിച്ചത്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ രണ്ടു നാട്ടിലെ, രണ്ട് കുടുംബത്തിലെ, രണ്ട് മാതാപിതാക്കളുടെ, രണ്ട് സ്വഭാവത്തിലുള്ള, രണ്ട് കാഴ്ചപ്പാടുള്ള, രണ്ട് സ്വപ്നങ്ങളുള്ള, രണ്ട് ഇഷ്ടങ്ങളുള്ള ആളുകൾ ഒരു ദിവസം അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി ഒരുമിച്ച് ചേർന്ന് ഒന്നായിത്തീരുന്ന, ഒരു കുടുംബത്തിലെ അംഗമാകുന്ന, പരസ്പര സ്വപ്നങ്ങൾ ഒന്നായി മാറുന്ന, പരസ്പര ഇഷ്ടങ്ങൾ ഒന്നായി മാറുന്ന അവർ ഒരു റൂമിൽ, ഒരു വീട്ടിൽ, ഒരു കട്ടിലിൽ, ഒരു ശരീരം പോലെ ജീവിക്കുന്ന മഹനീയമായ ഇബാദത്തിന്റെ പേരാണ് ഇസ്ലാമിലെ കല്യാണം.
ഇസ്ലാമിലെ നിക്കാഹ്. അത് അനുഭവിക്കുന്നവന് അവർ താമസിക്കുന്ന വീട് ആനന്ദമുണ്ടാകും. അതനുഭവിക്കുന്നവന് ആ കുടുംബത്തിൽ ആസ്വാദനമുണ്ടാകും. എപ്പോൾ സഹോദരങ്ങളെ? ഞങ്ങൾ രണ്ടു നാട്ടുകാർ, രണ്ട് കുടുംബക്കാർ ഒന്നായി ചേരുന്ന മഹനീയമായ പ്രക്രിയയാണ് നിക്കാഹ് എന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് ഒരാൾ ഇസ്ലാമികമായ കല്യാണമായി മാറുക. ഖുർആൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ടാണ് ഫൻകിഹു മാ ത്വാബ ലക്കും മിനൻ നിസാ, പുരുഷന്മാരോട് പറയാൻ ഫൻകിഹു, ജീവിതം ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ, ജീവിതത്തിൽ ആനന്ദം വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ, ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത അനുഭൂതിയും ആസ്വാദനങ്ങളും വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾ വിവാഹം കഴിക്കുവിൻ. അവിടെയാണ് നിങ്ങളുടെ സന്തോഷം, ആ താമസിക്കുന്നിടത്താണ് നിങ്ങളുടെ ആഹ്ലാദം, അവിടെയാണ് നിങ്ങളുടെ അനുഭൂതികൾ എന്ന് ഖുർആൻ നമ്മളോട് പറയാൻ. അത് നമ്മൾക്ക് മനസ്സിലാകണം. എന്തെന്നറിയോ? വീടെന്ന് പറയുന്നത് ആസ്വദിക്കാൻ അള്ളാഹ് നിശ്ചയിച്ചു തന്നതാണ്. കച്ചറുണ്ടാക്കിയിട്ട് പോകാനുള്ള സ്ഥലമല്ല, അലമ്പുണ്ടാക്കേണ്ട സ്ഥലമല്ല. എന്റെ ജീവിതത്തിന്റെ സമാധാനവും സന്തോഷവും അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്തിന്റെ പേരാണ് ഉസ്റത്ത്, കുടുംബം എന്നതും അവനവന്റെ വീടെന്നുള്ളതും. ഇത് മനസ്സിലാക്കാനാണ് വിവാഹത്തിന് അള്ളാഹ് വെച്ച നാമം പോലും നിക്കാഹ്. പരസ്പരം ഇഴചേർന്ന് ഒന്നായി തീരുന്നതിന്റെ പേരാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് മറ്റേത് മതത്തിലും ദമ്പതിമാർക്ക് പറയുന്ന പേരെന്താണ്? മലയാളത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ എന്നാണ് എഴുതുക. വധൂവരന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടേണ്ടവളാണ്, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കേണ്ടവനാണ്. ഇസ്ലാം ഈ രണ്ട് കാര്യത്തെയും നഖശികാന്തം എതിർത്തു. അങ്ങനെ സംസാരമേ ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ അസ്വാജ് എന്നാണ്. അസ്വാജ് എന്ന് പറഞ്ഞാൽ ഇണയും തുണയും എന്നാണ്. എന്താ ഇണയും തുണയും എന്ന് പറഞ്ഞാൽ? ജീവിതത്തിൽ ഇണയും തുണയും എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ, അല്ലാഹു നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഇണകളെ അല്ലാഹു നൽകി. വജഅല ലക്കും മിൻ അസ്വാജികും ബനീൻ, ആ ഇണകളിൽ നിന്നാണ് മക്കളെ നൽകിയത്. വഹഫദ, അതിൽ നിന്നാണ് പേരക്കുട്ടികളെയും നൽകിയത്. അപ്പോൾ എന്താ ഇണകൾ എന്ന് പറഞ്ഞാൽ അറിയോ? ഇണകൾ എന്ന് പറഞ്ഞാൽ അവരുടെ വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള ആളുകൾ, അവർ ഒരേ സ്വപ്നത്തിലേക്കും ഒരേ സന്തോഷത്തിലേക്കും ഒരുമിച്ചു ചേരുന്നതിന്റെ പേരാണ് ഇണയും തുണയും. ഒരു വിഷയം ഉണ്ടാകുമ്പം കൂടിയാലോചിക്കുന്ന വീടിന്റെ പേരാണ്, ആ കൂടിയാലോചിക്കുന്ന ദമ്പതിമാരുടെ പേരാണ് ഇണയും തുണയും. അവനവന്റെ സ്വഭാവ വൈകല്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് അത് ഇല്ലാതെയാക്കി പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവരുടെ പേരാണ് അസ്വാജ്, ഇണയും തുണയുമെന്ന്. ഖുർആനിന്റെ ഒരു മനോഹരമായ പ്രയോഗമുണ്ട്. എന്താ പ്രയോഗം എന്നറിയോ? ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതിനെ കുറിച്ച്, അന്ത്യനാൾ സംഭവിച്ചിട്ട് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതിനെ കുറിച്ച് ഇതേ ഒരു പ്രയോഗം നടത്തി ഖുർആൻ. ഫഇദൻ നുഫൂസു സുവ്വിജത്, ഫഇദൻ നുഫൂസു സുവ്വിജത്, സൗജ്, അസ്വാജ്. ഇവിടെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നവരെ കുറിച്ച് അല്ലാഹു പറയാൻ ഫഇദൻ നുഫൂസു സുവ്വിജത്, അവരുടെ ആത്മാവും ശരീരവും ഒന്നായി ചേരുന്ന സമയം. അതാണ് ഭാര്യ ഭർത്താക്കന്മാർ. ഇസ്ലാമിൽ ഇണയും തുണയുമാണ്. ഞാൻ സാധാരണ ഖുത്ബകളിൽ പറയാറുണ്ട്. എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ, അദ്ദേഹത്തെ ഞാൻ സ്ഥിരമായി കാണാറുണ്ടായിരുന്നു. കടകളിലൂടെ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നയാൾ. പക്ഷേ കുറച്ചു കാലമായി അദ്ദേഹത്തെ കണ്ടില്ല. യാദൃശ്ചികമായി പിന്നീട് 1-2 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെ സ്ഥിരമായി കാണാറുണ്ടായിരുന്നല്ലോ, ഇപ്പോഴെന്തേ കാണാത്തത്? അദ്ദേഹം പറഞ്ഞത്, എന്റെ ഭാര്യക്ക് ശാരീരികമായി ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നൊരു അസുഖം വന്നു. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അസുഖം വർദ്ധിക്കും. കല്യാണത്തിന് പോയാൽ അവിടെ ആർക്കെങ്കിലും പനിയുണ്ടെങ്കിൽ പിറ്റേ ദിവസം എന്റെ ഭാര്യക്കും പനി വരും. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും ബസ്സിൽ നിന്ന് 2 ആളുകൾ തുമ്മിയാൽ മതി, പിറ്റേ ദിവസം എന്റെ ഭാര്യക്കും ജലദോഷം വരും. അതുകൊണ്ട് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി 3 വർഷത്തോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത വിധം പരമാവധി ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ എന്റെ ജോലി വീട്ടിലേക്ക് മാറ്റി. സ്വാഭാവികമായി കടകളിലൂടെ ജോലി ചെയ്യുന്ന അദ്ദേഹത്തോട് ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഞാൻ ചോദിച്ചു, അല്ല അപ്പൊ നിങ്ങളുടെ വരുമാനമോ? മൗലവി, വരുമാനം 3-1 കുറയും, ഉറപ്പല്ലേ? പിന്നെ എങ്ങനെ? ആ ചോദ്യത്തിന് അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. മൗലവി, 10-14 കൊല്ലം എന്നെയും എന്റെ ഉമ്മയെയും എന്റെ വാപ്പയെയും എന്റെ 3 മക്കളെയും നോക്കിയത് അവളല്ലേ. വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോഴേക്കും എന്റെ ഡ്രസ്സ് മാത്രം ഇസ്തിരിട്ടാ പോരാ, 3 കുട്ടികളെയും യൂണിഫോം ഇസ്തിരിടണം. എനിക്ക് മാത്രം ഭക്ഷണം ഉണ്ടാക്കിയ പോരാ, 3 കുട്ടികൾക്കും സ്നാക്സ് വേറെ ഉണ്ടാക്കണം, ഉച്ചക്ക് ഭക്ഷണം വേറെ ഉണ്ടാക്കണം, വാപ്പാന്റെ മരുന്ന് പാത്രത്തിലാക്കി എടുത്തു വെക്കണം, ഉമ്മാന്റെ കാലുമ്മ കുഴമ്പിട്ടൊഴിഞ്ഞു കൊടുക്കണം.
ഉമ്മാക്കും ബാപ്പാക്കും ഉപ്പിടാത്തതും മുളക് പറ്റാത്തതുമായ ഭക്ഷണം വേറെ ഉണ്ടാക്കണം. 14 കൊല്ലം എന്റെ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും നോക്കി അവൾക്ക് അസുഖം വരുമ്പം ഞാൻ എന്റെ കാര്യം നോക്കി പോകുകയാണെങ്കിൽ ഞാൻ എന്ത് മുസ്ലിമാണ്? ആ പേരാണ് കുട്ടരെ സൗജ്. ആ പേരാ സൗജ്. അല്ലാതെ പള്ളി മിമ്പർമെന്നോ പള്ളിക്കെന്നോ ഓഡിറ്റോറിയത്തുന്നോ എല്ലാരും കൂട്ടത്തിന് കല്യാണം നടത്തിയിട്ട് കുടുംബജീവൻ നടത്തിയിട്ട് എവിടെ ഖുർആൻ പറഞ്ഞ സമാധാനം കിട്ടണില്ല എന്ന് ചോദിക്കേണ്ട ഉത്തരാണിത്. അള്ള പറഞ്ഞ വാക്കെന്താ അറിയോ? നിങ്ങൾ ഇണകളാണ് ആകേണ്ടത്. നമ്മളോട് പറയാൻ അപ്പോഴേ വീട് സമാധാനാകുള്ളൂ. ഇണയാവുക എന്ന് പറഞ്ഞാൽ അറിയോ? എന്റെ ഭാര്യന്റെ ഇഷ്ടം എന്റേതാക്കി മാറ്റണം. എന്റെ ഇഷ്ടം എന്റെ ഭാര്യ സ്വന്തം ഇഷ്ടമാക്കി മാറ്റണം. സങ്കടങ്ങളും പ്രയാസങ്ങളും അവനവന്റെ ജീവിതത്തിൽ ചർച്ച ചെയ്ത് ഏറ്റവും നല്ല തീരുമാനത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കഴിയണം. സഹോദരങ്ങളെ, അതിന്റെ പേരാണ് സൗജ്. അതാണ് ഇസ്ലാം ദമ്പതിമാർക്ക് പറഞ്ഞ പേര്. ഇനിയോ നിക്കാഹിലൂടെ ഇണകളായി വന്ന അവർക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും മനോഹരമായ സമ്മാനമുണ്ട്. 2 സമ്മാനം. ആ 2 സമ്മാനാണ് നിക്കാഹുത്തുമ്പോൾ നമ്മൾ കേൾക്കുന്ന 2 പ്രയോഗങ്ങൾ. 1 മവദ്ദത്തും 2 റഹ്മത്തും. ഇതൊക്കെ എന്തിനാ പറയണറിയോ? ഇത് മുഴുവനും വിവാഹവുമായി ബന്ധപ്പെടുത്തി ഖുർആൻ പറഞ്ഞ വാക്കുകളാണ്. ഇതാണ് കല്യാണത്തിലൂടെ നമ്മൾക്കുണ്ടാകേണ്ടത്. ഇന്നും 2000-3000 സ്ക്വയർ ഫീറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിൽ വീട് വെക്കുന്നവന്റെ മുസ്ലിമിന്റെ വീട്ടിൽ ഈ പറഞ്ഞതാണ് ഉണ്ടാകേണ്ടത്. അതിനാണല്ലോ ഖുർആൻ പറഞ്ഞത്. 2 സമ്മാനങ്ങളാണ് കല്യാണം കഴിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്നു പറഞ്ഞത്. അതിൽ അത്ഭുതമുണ്ട്. എന്താ അറിയോ? ലോകത്തെ ഏറ്റവും വലിയ ബന്ധമാണ് മക്കളും മാതാപിതാക്കളും നമ്മളെ ബന്ധം. പക്ഷെ ആ മക്കളും മാതാപിതാക്കളും സംസാരത്തിൽ പോലും ബാപ്പാനിമ്മാനി ഇടങ്ങേറാക്കിയാൽ കുറ്റുണ്ട് എന്ന് പറഞ്ഞ ബന്ധമാണ് മാതാപിതാക്കളും മക്കളും നമ്മളെ ബന്ധം. പക്ഷെ ആ ബന്ധത്തിൽ പോലും അള്ള കൊടുക്കുന്നു പറയാത്തതാണ് ദമ്പതിമാർക്ക് അള്ള കൊടുക്കുന്നു പറഞ്ഞ ഇണകൾക്ക്. അതാണ് മവദ്ദത്തും റഹ്മത്തും. മവദ്ദത്തും റഹ്മത്തും ഉമ്മയുടെയും മക്കളുടെയും ഇടയിൽ അള്ള തരുന്നു പറഞ്ഞിട്ടില്ല. ബാപ്പാന്റെയും പെൺകുട്ടിന്റെ ഇടയിൽ അള്ള കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല. ജേട്ടന്റെ അനിയന്റെ ഇടയിൽ കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല. ഫ്രണ്ട്സിന്റെ ഇടയിൽ കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല. അത് ഇസ്ലാമികമായി വിവാഹം കഴിച്ച ദമ്പതിമാർക്കിടയിൽ അള്ള കൊടുക്കണാണ്. എന്താ മവദ്ദത്ത്? മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താ രസങ്ങളെ? ആധുനിക സൈക്കോളജി പഠിപ്പിക്കുന്ന പുതിയ ക്ലാസുകളിൽ കാണാം ദമ്പതിമാർ ഫ്രണ്ട്സ് ആണ് ആകേണ്ടത്. 100% ശരിയല്ല, കുറച്ചേ ശരിയുള്ളൂ. പക്ഷെ ഖുർആൻ പറഞ്ഞ വാക്കുകൾ ആയിരിക്കണം. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ഉണ്ടാകണം. 1 മഹബ്ബത്തുൻ, അവർക്കിടയിൽ ഇഷ്ടമുണ്ടാകണം. വ ഉൽഫത്തുൻ, നമുക്ക് കുട്ടികളോട് കാണിക്കുന്ന ഒരു അലിവില്ലേ, ആ അലിവ് അങ്ങോട്ടും ഉണ്ടാകണം. 3ാമത്തെ സ്വദാഖത്തുൻ, ഫ്രണ്ട്ഷിപ്പും ഉണ്ടാകണം. ഇതാണ് മവദ്ദത്ത് എന്നതിന്റെ അർത്ഥം. അള്ള പറയാൻ ഞാൻ അവർക്കിടയിൽ ഉണ്ടാക്കും. ഭാര്യന്റെയും ഭർത്താവിന്റെ ഇടയിൽ സ്നേഹം ഉണ്ടാക്കും, അലിവുണ്ടാക്കും, പരസ്പരമുള്ള സൗഹൃദവും ഞാൻ ഉണ്ടാക്കും. ഞാൻ പലപ്പോഴും വളരെ അത്ഭുതത്തോടു കൂടി കേട്ടൊരു വാചകമുണ്ട്. ഗൾഫ് നാടുകളിൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന വലിയൊരു ഇസ്ലാമിക മോട്ടിവേഷൻ സ്പീക്കറുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പറയുന്നിടത്ത് കാണാം. ബിസിനസ് ചെയ്തു, തകർന്നു. വീണ്ടും ബിസിനസ് ചെയ്തു, തകർന്നു. കുടുംബം കൈവിട്ടു. എല്ലാവരും കൈവിട്ടു. അദ്ദേഹം മാന്യമായി ഹലാലായ രൂപത്തിൽ ചെയ്തു. പക്ഷെ സ്വാഭാവികമായിട്ട് തകർന്നു. സമ്പത്തുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയൂ? രാത്രി ഞാൻ തഹജ്ജുദ് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കും. എന്റെ ഭാര്യ സാധാരണ ഇശാക്ക് ശേഷം 3 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് കിടക്കാറുള്ളത്. പക്ഷെ ഞാൻ അലാറം വെച്ച് രാത്രി എഴുന്നേൽക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് അവൾ എന്റെ കൂടെ അലാറം വെച്ച് എഴുന്നേറ്റു. എന്നിട്ട് എന്നോട് നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കരിക്കുമ്പോൾ ജമാഅത്തായി നിസ്കരിക്കട്ടോ രാത്രി നിസ്കാരം എന്ന് പറഞ്ഞു. ഞങ്ങൾ 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കും. കഴിഞ്ഞിട്ട് എന്നോട് എന്റെ കൈ പിടിച്ചിട്ട് എന്റെ ഭാര്യ പറഞ്ഞു, കാക്ക, നിങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കച്ചവടം നടത്തുന്ന എനിക്കറിയാം. കൽപ്പിച്ചൂട്ടികൾ ഒരു പൈസയും കളിയില്ല എനിക്കറിയാം. ആരിങ്ങളെ പറ്റി കുറ്റം പറഞ്ഞാലും ഞങ്ങളൊപ്പം ഉണ്ടാവും. ബിസ്മി ചൊല്ലി പടച്ചോണ്ട് പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളി, ഞങ്ങളൊപ്പം ഉണ്ടാവും. ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നാലും നിങ്ങളൊപ്പം ഞാൻ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുന്നിടത്ത് പറഞ്ഞ വാക്കെന്താ അറിയും? ആ ഒരൊറ്റ വാക്കുമ്പോൾ ഞാൻ അള്ളാഹ് തവക്കൽ ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയതാണ്. ഇന്ന് വേൾഡിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക മോട്ടിവേഷൻ സ്പീക്കറാണ്. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? പടച്ചവനെ മുൻനിർത്തി എന്റെ ഭാര്യ എന്നോട് പറഞ്ഞ വാക്കുണ്ട്, ആര് കൈവിട്ടാലും നിങ്ങൾ സത്യത്തിലാണോ, നിങ്ങളൊപ്പം ഞാൻ ഉണ്ടാവും. നിങ്ങൾ അതിലൊരു ബേജാറുണ്ടാണ്ട, ഞാനും എന്റെ കുട്ടികളും നിങ്ങളൊപ്പം ഉണ്ടാവും. അതിന്റെ പേരാസങ്ങളെ മവദ്ദത്ത്. സഹോദരിമാരെ, സഹോദരങ്ങളെ, കഷ്ടത ഉണ്ടാകുമ്പോഴും ആരോഗ്യം ഉണ്ടാകുമ്പോഴും കൂടെ നിൽക്കാനുള്ള മനസ്സ്, പൈസ ഉണ്ടാകുമ്പോഴും ഇല്ലെങ്കിലും കൂടെ നിൽക്കാനുള്ള മനസ്സ്, അവനാന്റെ ജീവിതത്തിൽ ഭാര്യക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ഇല്ലെങ്കിലും അവിടെ കൂടെ നിൽക്കാനുള്ള മനസ്സ്,
ആരോഗ്യം പോകുമ്പോഴേക്കും മറുകണ്ഠം ചാടുന്ന മനസ്സല്ല. അല്ല, ഭർത്താവിന്റെയൊക്കെ പൈസ കുറയുമ്പോഴേക്കും പണ്ടത്തത് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന മനസ്സുമല്ല. അവനാന്റെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കൂടെ ഉണ്ടായി പിന്നെ കുറ്റപ്പെടുത്തി ബാക്കിയുള്ളവന്റെ കൂടെ ഫോണും ചെയ്ത് പോണ സ്വഭാവത്തിന്റെ പേരല്ല മബദ്ദത്ത്. അത് ജീവിതത്തിൽ അള്ളാഹു തരുന്ന അനുഗ്രഹാൻ, പടച്ചോൻ തരുന്ന അനുഗ്രഹാൻ. രണ്ടാമത്തെ റഹ്മത്താണ്. റഹ്മത്തിന്റെ ശരിക്കുള്ള ഉദാഹരണം എന്താ അറിയോ? റഹ്മത്ത് എന്ന പ്രായം ഇങ്ങനെ കൂടുന്തോറും ആരോഗ്യം ഇങ്ങനെ കുറയും തോറും മനസ്സിൽ ഇഷ്ടമുണ്ടാകുക ഒരിക്കലും മനുഷ്യന്മാർ കഴിയില്ല. പക്ഷെ ദമ്പതിമാർക്ക് അള്ള കൊടുക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുന്നിലൂടെ പ്രായമായ ഭർത്താവിനെ മഴ പെയ്യുന്ന സമയത്ത് കൊട ചൂടിക്കൊണ്ട് ബാക്കിൽ ഭാര്യ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. കൊട ചൂടുന്നുണ്ട്, പക്ഷെ ഭർത്താവിനെ മഴ കൊള്ളാത്തതുള്ളൂ. ഭാര്യ മുഴുവൻ മഴയും കൊണ്ടിട്ടുണ്ടാവും. പരാതില്ല, ഒറ്റന്നുള്ളൂ, ഇന്റെ കാക്ക മഴ കൊള്ളരുത്, ഞാൻ കൊണ്ടാലും. അതിന്റെ പേരാ റഹ്മത്ത്. അതിന്റെ പേരാണ് റഹ്മത്ത്. വീൽ ചെയറിൽ ഇരിക്കണ ഭാര്യനെ കൊണ്ടിങ്ങനെ പോയിട്ട് സ്റ്റെപ്പ് കയറാൻ നേരത്തെ ആരില്ലാത്തപ്പം ഒന്ന് പിടിച്ചു തരുമോ മോനെ എന്ന് അപ്പുറത്തുള്ള ഒരാളോട് വിക്കി വിക്കി ചോദിക്കുന്ന, അവനവന്റെ നട്ടല്ലൽപ്പം കൂനിയിട്ടും സ്വന്തം ഭാര്യയെ വീൽ ചെയറിൽ തള്ളി കൊണ്ടുപോകുന്ന പ്രായമുള്ള ഒരു ബാപ്പുണ്ടല്ലോ, ആ ബാപ്പാന്റെ മനസ്സിൽ അള്ള നിക്ഷേപിച്ചതിന്റെ പേരാണ് റഹ്മത്ത്. അത് ദമ്പതിമാർക്ക് അള്ള കൊടുക്കുള്ളൂ. ദമ്പതിമാർ താങ്ങും തണലുമായി ജീവിക്കാനുള്ള കാരുണ്യം. ഞാൻ പലപ്പോഴും ആലോചിക്കലുണ്ട്, പ്രായം കൂടുന്തോറും നമ്മുടെ ഇസ്ലാമികമായി ജീവിച്ച ദമ്പതിമാർക്ക് അള്ള കൊടുക്കുന്ന കാരുണ്യുണ്ട്. ഭയങ്കര രസാണ്. 4 ദിവസത്തിന് പെരീക്ക് നിൽക്കാന്ന് പറഞ്ഞിട്ട് ഉമ്മാര് പോകും. 4 ദിവസത്തിന് പെരീക്ക് നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോകും. എന്നിട്ട് പിറ്റീസം കാണാൻ രാവിലെ എങ്ങോട്ട് തന്നെ വരുന്നു. അപ്പൊ എന്തേ ഒന്നുമില്ല. അവിടുന്ന് ഇങ്ങനെ പറയാൻ എന്താ അറിയോ, എനിക്ക് വേറെ എന്തോ ഒരു സുഖമല്ല, ഭയങ്കര അടങ്ങാറാണ്, ഇവിടെ ഉറങ്ങിയിട്ട് ശരിയാണല്ലോ. ഒന്നല്ല, പോരുമ്പോ എന്താ പറയോ, മൂപ്പര് ചൂടല്ലാതെ കുടിക്കാൻ കഴിയില്ല. ഞാൻ അല്ലെങ്കിൽ മൂപ്പർക്ക് കട്ടൻ ചായക്ക് ശരിക്കും പഞ്ചാര ഇട്ടിട്ടുണ്ടാവില്ല, ആകെ അടങ്ങാറായിട്ടുണ്ടാവും. ഒരു ദിവസം മാറി നിൽക്കുമ്പോഴേക്കും ഇവിടെ 70 കൊല്ലായി 80 കൊല്ലായി മൂപ്പർക്ക് ഇടങ്ങേറാകുമോ, കടത്തത്തിൽ ബുദ്ധിമുട്ടാകുമോ, പടച്ചോനെ ബാത്റൂമിലെങ്ങാനും വീടോ എന്ന് ചിന്തിക്കാനുള്ളൊരു മനസ്സില്ല കൂട്ടരെ. ആ മനസ്സ് പടച്ചോൻ തരും. മനസ്സ് പടച്ചോൻ തരും. അതിന്റെ ചെറിയ ഭാഗാണ് ശക്തമായി മഴ പെയ്യുക. നമ്മുടെ വീട്ടില് ഇടിവാളിങ്ങനെ പൊട്ടുണ്ട്, ശക്തിയായി ഇടി കേൾക്കുന്നുണ്ട്. ബാപ്പിമ്മയായി നമ്മളിങ്ങനെ നീക്കുമ്പോ നമ്മളെ ചെറിയ കുട്ടിണ്ട് കട്ടിൽമ അപ്പുറത്തെ റൂമിൽ ഇങ്ങനെ കിടക്കണ്. നോക്കുമ്പോന് പുതപ്പ് നീങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ വിറക്കണ പോലെ നമുക്ക് തോന്നുകയാണ്. നമ്മളിങ്ങനെ ചെന്നിട്ട് ആ പുതപ്പെടുത്ത് നമ്മുടെ കുട്ടിന്റെ ദേഹത്ത് ഇങ്ങനെ ഇട്ട് കവിളത്തൊരു ഉമ്മയും കൊടുത്ത് നടന്നു വരുമ്പം ആ കുട്ടിന്റെ കാണണം, ഞാനാണ് പുതപ്പിട്ടെന്നോ രാവിലെ വിളിച്ചു പറയണം. അങ്ങനെ വല്ല ചിന്തയുണ്ടോ? ഇല്ല. പക്ഷെ പടച്ചോൻ എന്റെ കുട്ടിക്ക് ഇടങ്ങേറുണ്ടാകല്ലേ നാഥ, ഓന് തണുത്ത് പറക്കല്ലേ നാഥ എന്ന് നമ്മുടെ മനസ്സുകൊണ്ട് തോന്നി ആ പുതപ്പിട്ട് കൊടുക്കുന്നതിന്റെ പേരാണ്, അതിന്റെ ഏറ്റവും വലിയ മൂർധന്യാവസ്ഥയുടെ പേരാണ് റഹ്മത്ത്. ഇതാണ് സത്യത്തിൽ കുടുംബജീവിതത്തിൽ അള്ളാഹ് നമുക്ക് തരുന്നു പറഞ്ഞത്. ഇതാണ് ദമ്പതിമാർക്കിടയിൽ തരുന്നു പറഞ്ഞത്. മലയാളത്തിൽ ഒരു ചെറിയൊരു കഥ ഉണ്ട്. ചെറിയൊരു കഥ, ഒരു മണ്ണാങ്കട്ടയും കരിയിലയും. ശരിക്ക് ഖുർആനിന്റെ മവദ്ദത്തും റഹ്മത്തും വായിക്കുമ്പോൾ നമ്മൾ ഓർമ്മയിൽ വരാൻ. മണ്ണാങ്കട്ട കരിയില കൂട്ടുകാരാണ്. നമ്മൾ ദമ്പതിമാരായിട്ട് കരുതാൻ ശക്തം. രണ്ടാവർക്കും 2 സ്വഭാവങ്ങളാണ്. വെള്ളം നനഞ്ഞാൽ മൺകട്ട ഉരുകിയില്ലാതെയാകും, ഒലിച്ചു പോകും. കാറ്റടിച്ചാൽ കരിയിലയും പാറിപ്പോകും. പക്ഷെ ശക്തമായ കാറ്റടിക്കുമ്പോൾ കരിയില പാറാതിരിക്കാൻ മണ്ണുകട്ട കരിയിലയുടെ മുകളിൽ പോയിരിക്കും. ഇലയുടെ മുകളിൽ മണ്ണാങ്കട്ട പോയിരിക്കുന്നത് കൊണ്ട് തന്നെ കാറ്റടിച്ചാൽ ഇല പാറാതെ കാത്തു സൂക്ഷിക്കും. പിന്നീട് ശക്തമായ മഴ പെയ്യുമ്പോ തന്നെ ഇതുവരെ സംരക്ഷിച്ച മണ്ണുകട്ട മഴയെങ്ങാനും കൊണ്ട് ഒലിച്ചു പോകും എന്നതുകൊണ്ട് മണ്ണുകട്ടയുടെ മുകളിൽ പോയി കരിയില മുകളിൽ പോയി ഒരു കുട പോലെ നിൽക്കും. 2 പേരും സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ആഹ്ലാദങ്ങളിലും അനുഭൂതികളിലും ദുഃഖത്തിലും സുഖത്തിലും ഒരുപോലെ ചേർന്ന് കഴിയുന്നതിന്റെ പേരാണ് മവദ്ദത്തും റഹ്മത്തും. സഹോദരങ്ങളെ, ആ ദമ്പതിമാർ താമസിക്കുന്ന വീടിന്റെ പേരാണ് ഖുർആനിന്റെ ഭാഷയിൽ മസ്കൻ. മസ്കൻ വീടിന് അറബിയില് ദാറ്, ബൈത്ത്, മൻസില്, എത്രങ്ങാനും പേരുണ്ടറിയോ. പക്ഷെ അള്ളാഹു ദാറും ബൈത്തും മൻസിലും മസ്കനൊക്കെ ഒരേപോലെയാണ്. കോൺക്രീറ്റിന്റെ ബിൽഡിംഗ് ആകും, ഓടിന്റെ ബിൽഡിംഗ് ആകും, ഇഷ്ടിക ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അള്ള പറയട്ടോ, ബൈത്ത്, ദാറ്, മൻസിൽ ആ പേരല്ല ദമ്പതിമാർ താമസിക്കുന്നതിന് അള്ള കൊടുത്തത് മസ്കൻ. മസ്കൻ എന്നാണെന്ന് അറിയോ?
സമാധാനത്തിന്റെ ഉത്ഭവ കേന്ദ്രം. കാരണം അതിൽ ദമ്പതിമാരാണ്, ഇണയും തുണയുമാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ആ വീടിന് സമാധാനത്തിന്റെ ഉത്ഭവ കേന്ദ്രം എന്നാണ് പറയേണ്ടത്. ഇതുവരെ പറഞ്ഞ നിൽക്കെന്താ അറിയോ? വീട്, കുടുംബം എന്നുള്ളത് ഖുർആൻ പഠിപ്പിക്കുന്നത് സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ആഹ്ലാദത്തിന്റെ, പരസ്പരം കൂടിച്ചേരലിന്റെ, പരസ്പര സ്വപ്നങ്ങൾ പങ്കുവെക്കലിന്റെ കേന്ദ്രമായിട്ടാണ്. എന്നാൽ പുതിയ കാലം, പുതിയ തലമുറ വിവാഹത്തോട് വരെ അങ്ങേയറ്റം വെറുപ്പോടുകൂടി സമീപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തേ കാരണം? വീടിന്റെ ഗേറ്റ് സെറ്റപ്പാണ്, പൂമുഖം സെറ്റപ്പാണ്, എല്ലാ റൂമുകളിലും AC-യും, അതിന് കരണ്ട് ബില്ലാകാതിരിക്കാൻ സോളാറും വെച്ചിട്ടുണ്ട്. വീടിന്റെ പേര് ശാന്തി നിലയമെന്നാണ്. ഉള്ളിക്ക് കേറിയാൽ ബാപ്പിയും കച്ചറയാണ്, മക്കളും കുടുംബവും കച്ചറയാണ്. പ്രായമായ വാപ്പാനിമ്മാനി പുറത്താക്കിയിട്ടുണ്ട്. വീട്ടിന്റെ അകത്തളത്ത് എത്ര ഏസിട്ടാലും തണുക്കാത്ത ഹൃദയവുമായി ദമ്പതിമാർ ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. എന്താ പരിഹാരം? ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഖുത്ബകൾ നമ്മൾ അതാ പറയാൻ പോണ്. ഇതൊരു ആമുഖം മാത്രം. എന്താ പരിഹാരം? ഇതുവരെ പറഞ്ഞൊക്കെ എന്താ അറിയോ? ഇതാണ് ഇസ്ലാം പറഞ്ഞ കുടുംബം. അത് നമുക്ക് കിട്ടുണ്ടോ? ആലേക്ക് കിട്ടുണ്ടോ? ഭർത്താവിനെ 30 കഷ്ണാക്കിയിട്ട് പ്ലാസ്റ്റിക് സഞ്ചിയിൽ കവറുകളിലാക്കി സെപ്റ്റി ടാങ്കിൽ ഇട്ട് മൂടിയത് മുസ്ലിമീങ്ങളാണ്. മുസ്ലിമായ ഭാര്യ. ഇതേപോലെ പള്ളിക്കന്ന് നിക്കാഹ് കഴിച്ചിട്ട് മൗലവി 10-15 എത്തിയിട്ടില്ലെങ്കിൽ മൗലവിനെ കുറ്റം പറഞ്ഞ നിക്കാഹ് വഹിക്കാരതും അവിടെ ഇതൊക്കെ ഉണ്ടാവും. മഹറിന്റെ വണ്ണവും ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പൊന്നുകൊണ്ട് തന്നെ ഉണ്ടാക്കിയാൽ മതി, തറവാടിന് മോശം ഉണ്ടാകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നടത്തിയ കല്യാണമാണത്. 30 കഷ്ണാക്കി. 30 കഷ്ണം സ്വന്തം ഭാര്യനും മക്കളെയും വിഷം കൊടുത്ത് കൊന്നിട്ടത് ആത്മഹത്യയാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർക്ക് കൈകൂലി കൊടുത്ത് അവനവന്റെ കേസിൽ പൊട്ടിയ നാടാണ് നമ്മളെ നാട്. ഒക്കെ മുസ്ലിമീങ്ങളാണ്. ഞാൻ പൊതുവൽക്കരിക്കല്ലോ, മുസ്ലിമീങ്ങൾ ഉണ്ട്. വാചകം തിരിച്ചെടുക്കുന്നു, മുസ്ലിമീങ്ങൾ ഉണ്ട്. എന്തുകൊണ്ടാ സംഭവിക്കണ കൂട്ടരെ? കല്യാണം ശരിയാകാത്തോണ്ട, ഭക്ഷണം നൽകാത്തോണ്ട അല്ല, തിരിച്ചാലോചിക്കേണ്ടിയിരിക്കുന്നു. പുതിയ തലമുറക്ക് മടുപ്പ് വന്നിരിക്കുന്നു. അവർ കാണുന്നതറിയോ? കഴിഞ്ഞ ആഴ്ചയാണ് സ്ത്രീധനത്തിന്റെ പേരിൽ കൊന്നു, നാവിക്കിട്ട് ചവിട്ടി ആത്മഹത്യ ചെയ്തു. ഉമ്മാനോട് കെഞ്ചിയിട്ടും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാതെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ തെറ്റാണ്, പക്ഷെ ആത്മഹത്യയെക്കാളും വലിയ തെറ്റാണ് ആ വീട്ടിൽ നടത്തിയ ക്രൂരപീഡനം. മുസ്ലിമീങ്ങളെ വീട്ടിലാണ്. എന്തുകൊണ്ടാ സംഭവിക്കുന്നത്? ഒരു മഹല്ലത്തോൽ അങ്ങോട്ടും ഇങ്ങോട്ട് കല്യാണം ഉണ്ടാക്കുക, സന്തോഷത്തിന് കല്യാണം ഉണ്ടാക്കണ്. കല്യാണം ഉണ്ടാക്കി 2 കൊല്ലം കൊണ്ട് തെറ്റി, പിന്നെ മഹല്ലൊന്നും ഉണ്ടൂല. ചങ്ങായിമാര് അത്രയും കൊല്ലം ഇവിടുന്ന് ടൂർ പോയവരാണ്. പഠിപ്പ് മുതൽ, കോളേജ് മുതൽ, ജോലി മുതൽ എല്ലാ സ്ഥലത്തും ചങ്ങായിമാരാണ്. ഓലോല ആൺകുട്ടിനും പെൺകുട്ടിയും കെട്ടിച്ചന്ന് തുടങ്ങിയതാ പ്രശ്നം. 2 കൊല്ലം കൊണ്ട് ഓല് തെറ്റി. കുടുംബക്കാർ ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കാൻ നിൽക്കണ്ട, നമ്മളെ കുടുംബം തന്നെ ആയിക്കോട്ടെ, കെട്ടി 2 കൊല്ലം കൊണ്ട് കുടുംബവും തെറ്റി. സോ അപ്പൊ കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ള പറഞ്ഞ വാക്ക് വീണ്ടും പറയാൻ, നിക്കാഹ് സന്തോഷമാണ്, അസ്വാജ് സന്തോഷമാണ്, മവദ്ദത്ത് സന്തോഷമാണ്, റഹ്മത്ത് സന്തോഷമാണ്, മസ്കൻ സന്തോഷമാണ്. ഇതൊക്കെ ഖുർആൻ പറയാൻ. എന്നിട്ട് ഇതൊക്കെ അനുസരിച്ച് കല്യാണം കഴിക്കുന്നു. നമ്മളെ വീട്ടിൽ അടിയാകുന്നു, ബഹളമാക്കുന്നു, കോടതി മുറികളിൽ പോകുന്നു, എല്ലാ ക്ലിനിക്കുകളിലും എല്ലാ സൈക്കോളജിസ്റ്റുകാരുടെ മുമ്പിൽ ക്യൂ ആയിട്ട് നിൽക്കുന്നു. പരിഹാരം എന്താ സോങ്ങളെ? ആലോചിക്കണ്ടേ? ചിന്തിക്കണ്ടേ? ഇതിനാണ് അല്ലാഹ് പറഞ്ഞത്, യാ മഅശറ ശബാബ്, യുവാക്കളെ, മനിസ്തതഅ മിൻകുമുൽ ബാർ, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഫൽയതസബ്ബജ്, നിങ്ങൾ നിക്കാഹ് ചെയ്ത് കല്യാണം കഴിക്കണട്ടോ എന്ന് അള്ളാന്റെ റസൂല് യുവാക്കളോടും യുവതികളോടും കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞത് ഈ തല്ലൂടാനാ? ഈ വിഷം കൊടുക്കാനാ? ആണോ സോങ്ങളെ? കുടുംബ കോടതി കയറാനാ? മക്കൾ അനാഥയാകാനാ? അവനാന്റെ വാപ്പാനിമ്മാനി തെറി വിളിച്ച് അങ്ങാടിക്കുള്ള നടക്കാനാ? ആണോ? അല്ലല്ലോ. അപ്പൊ എവിടെയാ പ്രശ്നം? ആ പ്രശ്നമാണ് പരിഹരിക്കേണ്ടി. തൗഹീദുള്ള മഹലിൽ അടിയന്തിരമായി ഞാൻ ആവർത്തിച്ചു പറയുന്ന ഒരു തുടക്കമാണ്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ഖുത്ബകൾ നമ്മൾ എന്താണ് കാരണം ഒരുമിച്ച് പരിഹരിക്കണം. ഇല്ലെങ്കിൽ 1-ാം ഘട്ടം എത്തിയിട്ടുള്ളൂ. നമ്മുടെ പെൺകുട്ടികൾ കല്യാണത്തിൽ സമ്മതിക്കണില്ല. പല കാരണമുണ്ട്, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. പക്ഷെ ഒരു കാരണം എന്താ? പത്രം ഇങ്ങനെ എടുക്കും കുട്ടികള്. അതിനാണോ കല്യാണം കഴിക്കണത്? കൊന്നു, ചവിട്ടി, തൂക്കിക്കൊന്നു, സെപ്റ്റി ടാങ്കിലിട്ട് മൂടി. എന്തിനാ വാപ്പമ്മ 1500 ആൾക്കാരെ ഓഡിറ്റോറിയത്തിൽ വിട്ട് ഭക്ഷണം കൊടുത്താണ്ട് ഇന്നെന്തിനാ കൊല്ലാൻ പറഞ്ഞേക്കണം? അതിന് ഉത്തരമുണ്ടാകണം. ഉത്തരം മിമ്പർമെന്ന് പറഞ്ഞാൽ പോലെ നമ്മളെ വീട്ടിലുണ്ടാകണം. സഹോദരങ്ങളെ, അതിന് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച ഒരു സാഹോദര്യമുണ്ട്,
ഒരു കുടുംബജീവിതമുണ്ട്. ആ കുടുംബജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് സംസാരിക്കണം. പരിശുദ്ധ ഖുർആനിലെ നമ്മൾക്ക് ഞാൻ ഇത്രയും പറഞ്ഞൊരു കാര്യമില്ലേ, ആ കാര്യത്തെ ഏറ്റവും മനോഹരമായി അള്ളാഹ് പറഞ്ഞൊരു വാചകം ഞാൻ പറയട്ടോ. എന്താണ് ദമ്പതിമാർ എന്നുള്ളത്? നോമ്പില്ലേ, റമദാനിലെ നോമ്പിന് നബി ക്ലാസ് എടുക്കുകയാണ്. മനസ്സിൽ ഇങ്ങനെ കരുതണം കേട്ടോ. മദീന പള്ളി നബി ക്ലാസ് എടുക്കുകയാണ്. നോമ്പിൽ നിങ്ങൾക്ക് പാടില്ലാത്തത് പറഞ്ഞിട്ട് നബി ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, എന്താ ഈ ശാരീരിക ബന്ധം പാടില്ല, കരുതി കൂട്ടി ഛർദ്ദി, ഇങ്ങനെ നമുക്ക് അറിയണമല്ലോ, ഇങ്ങനെ പറയണം. അപ്പൊ അവിടുന്ന് സഹാബാക്കളിൽ ചിലർ ചോദിച്ചു, നബിയെ, രാത്രി ശാരീരിക ബന്ധം പാടുണ്ടോ? നമ്മളെ ചോദ്യം വളരെ ഭക്തിയിൽ കേൾക്കണം കേട്ടോ. രാത്രി ശാരീരിക ബന്ധം പാടുണ്ടോ? ആ ചോദ്യത്തിന് ആരാ മറുപടി പറഞ്ഞറിയോ? അല്ലാഹ്. ആ ചോദ്യത്തിന് മറുപടി ആരാ പറഞ്ഞറിയോ? അല്ലാഹ്. എന്താ അള്ളാന്റെ ചോദ്യം അറിയോ? എങ്ങനെ കൂട്ടരെ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ തോന്നുന്നത്? രാത്രി പാടുണ്ടോന്ന് കേട്ടോ. അള്ളാഹ് അവിടെ പറഞ്ഞ വാക്കാണ്, ഹുന്ന ലിബാസുല്ലക്കും അൻതുൽ ലിബാസുല്ലഹുന്ന. അല്ല ചങ്ങന്മാരെ, നിങ്ങൾ അവരുടെയും അവർ നിങ്ങളുടെയും വസ്ത്രല്ലേ? നിങ്ങളോട് 30 ദിവസം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതെ മുഴുവനായി നിൽക്കാൻ അള്ളയായി ഞാൻ പറയേ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം ബാക്കി ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത വിധം ഇഴചേർന്ന് നിൽക്കുന്ന ബന്ധമല്ലേ? ഈ ബന്ധത്തെയാണ് ഈ അങ്ങാടിയിലിട്ട് അടിക്കണത്. അറിയങ്ങൾക്ക് ഈ ബന്ധത്തെയാണ് മദ്യം പറഞ്ഞിട്ട് തീരാത്തത്. ഈ ബന്ധത്തെയാണ് നിസ്സാരമായി അവിടുന്ന് കണ്ടുകെട്ടി, ഇവിടുന്ന് കണ്ടുകെട്ടി. ഞാൻ യുവാക്കൾ ഇൻഷാല്ലാഹ് വിഷയം പറയാം. ഇത്ര ബന്ധം അള്ളാന്റെ വാക്കെന്തറിയോ? എങ്ങനെ കൂട്ടരെ ഞാനത് നിങ്ങളോട് പറയാ? നിങ്ങൾക്ക് എങ്ങനെ കഴിയും? അങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കാൻ കഴിയോ? അങ്ങനെ ഒരു നിയമം മതത്തിലുണ്ടാവോ? അള്ളാഹ് ഹുന്ന ലിബാസുല്ലക്കും അൻതുൽ ലിബാസുല്ലഹുന്ന. നിങ്ങൾ വസ്ത്രമല്ലേ? എന്താ നിങ്ങളുടെ വസ്ത്രമല്ലേ എന്ന് പറഞ്ഞാൽ? എന്താ വസ്ത്രമല്ലേ എന്ന് പറഞ്ഞാൽ? എന്റെ ഭാര്യ എനിക്ക് വസ്ത്രം എന്ന് പറഞ്ഞാൽ വസ്ത്രം എനിക്ക് ഭംഗിയാൻ, എന്റെ ഭാര്യയും ഞാനുമുള്ള ജീവിതവും എനിക്ക് ഭംഗിയാൻ. വസ്ത്രം എന്റെ നഗ്നത മറക്കുന്നതാണ്, ന്യൂനത മറക്കുന്നതാണ്. എന്റെ ഭാര്യ തിരിച്ചുട്ടോ, എന്റെ ഭാര്യയ്ക്ക് ഞാനും നമ്മുടെ ഭാര്യയ്ക്ക് നമ്മളും അവരുടെ ന്യൂനതയും അവരുടെ നഗ്നതയും മറക്കുന്ന വസ്ത്രമാണ് ഭർത്താവ്, തിരിച്ചു ഭാര്യയും അഥവാ ഇണയും തുണയും. അതോടൊപ്പം നമ്മുടെ വസ്ത്രം നമ്മൾക്ക് സുരക്ഷിതത്വമാണ്. എന്റെ ഇണയുടെ കൂടെ ഞാനാകുമ്പോൾ എനിക്ക് ബാക്കിയുള്ള ഒരു വിഷയമല്ല. അവൾ എന്റെ കൂടെ ഉണ്ടോ, എനിക്ക് അൽഹംദുലില്ലാഹ് സമാധാനാണ്. ഇക്കാക്കെന്റെ കൂടെ ഉണ്ടോ, അൽഹംദുലില്ലാഹ് സമാധാനാണ്. ഇതാണ് അള്ളാഹ് പറഞ്ഞ കുടുംബജീവിതം. ഇവിടുന്ന് മാറിയിട്ട് സോങ്ങളെ ആളുകൾക്ക് കല്യാണം എന്ന് പറഞ്ഞ പേടിയാണ്. സത്യത്തിൽ സത്യസന്ധമായി പറയാൻ കല്യാണം എന്നാണ് പറഞ്ഞ പേടിയായി. അതിന് കാരണം ചുറ്റുഭാഗത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും നിക്കാഹ് ഖുത്ബല്ലാത്ത ബാക്കിയൊക്കെ ഉൽക്കാ സമാധാനാണ്. ഇവിടുന്ന് ഒരു മാറ്റം ഉണ്ടാണ്. നമ്മളെ മഹല്ലിൽ മാറ്റം ഉണ്ടാകണം. അതിന് നമ്മളാണോ മാറേണ്ടത്? നമ്മൾ മാറണം, അല്ലെങ്കിൽ നമ്മളെ വീട് മാറില്ല. ആവർത്തിക്കുന്നു, ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരാൻ. മറ്റു ജീവജാലങ്ങൾക്കില്ലാത്ത ആസ്വദിക്കുക എന്ന മനുഷ്യന് മാത്രം കൊടുത്ത സവിശേഷതയ്ക്ക് അള്ളാഹ് നൽകിയ സമ്മാനമാണ് കുടുംബം. ആസ്വദിക്കാനാ കുടുംബം. എന്റെ ഭാര്യ എനിക്ക് ശാരീരികമായും മാനസികമായും സൗഹാർദ്ദപരമായും എന്റെ ജീവിതത്തിൽ സംസാരിച്ചുകൊണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടും കൂടെ ജീവിച്ചിട്ടും ആസ്വദിക്കാനാണ് എന്റെ ഇണ. എന്റെ ഭാര്യയ്ക്ക്, നമ്മുടെ മലയാള ഭാഷയിൽ ഭാര്യ പറയുകയാണെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് ഇണക്ക് ഞാൻ എന്നുള്ളത് ഇതുപോലെയാകണം. അതിനാണല്ല കുടുംബവും വീടും വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വീടിന് മസ്കൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ അസ്വാജ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മുടെ വിവാഹത്തിന് നിക്കാഹ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾക്കിടയിൽ മാത്രം അള്ളാഹു മബദ്ദത്തും റഹ്മത്തും തരുന്നു പറഞ്ഞത്. അതിലേക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് എന്തൊക്കെ ചെയ്യണമെന്നാണ് ഖുത്ബയിൽ ഞാൻ ഖുത്ബ കേൾക്കുന്ന മുഴുവൻ ആൾക്കാരോടും. നമ്മുടെ ഖുത്ബ ഇതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട്
എല്ലാവരും കുടുംബസമേതം വരും, എല്ലാവരും വരുന്നുണ്ട്. എന്നാലും ഒരു കാര്യം, പുതുതായി വിവാഹം കഴിഞ്ഞവരും ഒരു 22, 23 ആ പ്രായത്തിലുള്ള കല്യാണം കഴിക്കാൻ പ്രായമുള്ള നമ്മുടെ മക്കളാകാം, കല്യാണം കഴിഞ്ഞ നമ്മുടെ മരുമക്കളാകാം, മരുമകന്മാരാകാം, അവരെയും പരമാവധി ഇൻഷാ അള്ളാഹ് ഖുത്ബകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. അല്ലാത്തവർക്ക് അയച്ചെങ്കിലും കൊടുക്കണം എന്ന് ഇൻഷാ അള്ളാഹ് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളും പോരായ്മകളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും നൽകി നീ ഞങ്ങൾക്ക് ഈ ദുനിയാവിലും പരലോകത്തും സൗഭാഗ്യങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഈ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കൾക്ക് സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഗൾഫ് നാടുകളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ വരുമാനങ്ങളിൽ ഹലാലായ വർധനവും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങൾക്കിടയിൽ ശാരീരികമായും സാമ്പത്തികമായും വൈവാഹികപരമായും കടം കൊണ്ടും രോഗം കൊണ്ടുമൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് നാഥ. ജോലിയില്ലാത്തതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുടെ നാഥ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, അംബിയാ മുർസലീങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ ഞങ്ങളുടെ കുടുംബത്തെയും നീ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.